ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ആദ്യമായിട്ടും അവസാനമായിട്ടും നമ്മൾ മദ്രസയിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ നിനു? ബാജ് പറയാ ഇങ്ങോട്ട് ബാ. നീനുവിൻ്റെ കോസ്റ്റ്യൂമാണ് ഗൈസ്. ഇതുവരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ചെറുക്കന്നെയാണ് ഇജ്ജ് എന്തിട്ടാലും ചെറുക്കാണല്ലോ. പിന്നെ ഇനി കുറച്ച് ഇൻസ്പിറേഷൻ തരാക്കും. മദ്രസയിൽ നിന്ന് അടി കിട്ടും. എട്ട് വാ ഇരിക്ക. മദ്രസയിൽ നിന്ന് അടി കിട്ടും. പിന്നെ ഉസ്താദ്മാർ ചീത്ത പറയും. പഠിപ്പിക്കാൻ വേണ്ടി തല്ലും. വിളിക്കേ അപ്പൊ ഗൈസ് അങ്ങൊക്കെ പറയാം, നമ്മളെ കുട്ടിയാണല്ലോ അത്. അപ്പൊ ഗൈസ് അപ്പൊ ഗൈസ് നമ്മള് എന്താ ചെയ്യണേ? എത്ര മാസം അപ്പൊ മദ്രസ സ്കൂള്? എത്ര മാസം അപ്പൊ മദ്രസ സ്കൂള്? കൊറേ മാസം മീൻസ് ഒരാൾ മദ്രസ പോയി വരുന്നുണ്ട്. ഒരു പതർ മദ്രസ പോയി വരികയാണ്. അപ്പൊ അടുത്ത പതർ പിന്നെ ആക്കാൻ പോവാണ്. അപ്പൊ ഓക്ക് എത്ര മാസമുള്ളൂ നീ സ്കൂൾക്ക് പോകണം? മദ്രസ പോകണം? 2 മാസം മാത്രമേ പോണുള്ളൂ. പിന്നെ സ്കൂള് മറ്റേ മദ്രസും സ്കൂളും ഇല്ല, രണ്ടുക്കും കൂടി ഇതാക്കിക്കണു. അപ്പോ ഒരാൾ മദ്രസ കഴിഞ്ഞാണ്ട് ഇതേ അവിടെ വന്നാ. അപ്പോൾ ഒക്കെ ബുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ മദ്രസ ചെയ്യാൻ. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വയസ്സായി. അല്ല, 1ാം ക്ലാസ്സിൽ ഇരിക്കണ്ടേ? 2ാം ക്ലാസ് പോയി ഇരിക്കരുത് കേട്ടോ. മദ്രസക്ക് ഒന്നും പോണില്ല. അപ്പൊ കുണ്ടമ്മ എന്തൊക്കെയുണ്ട് മദ്രസയിലൊക്കെ? എങ്ങനെയുണ്ട്? പണ്ടത്തെ മാതിരി തന്നെ ഇപ്പൊ അടിയൊക്കെ ഉണ്ടോ? പിന്നെ ഞാനിന്റെ ഈ കുട്ടിയുടെ ദിവസം ആ ഒരു തുണി എടുത്തോണ്ടേ ഈ ട്രൗസർ എടുക്കാൻ ഞാൻ മദ്രസക്ക്. ഞാനവിടെ എത്ര 2ാം ക്ലാസ് വരെ ഞാൻ ഈ മദ്രസ പഠിച്ചിക്കണു. ഞാൻ അബ്ബള് പോണ മദ്രസ ഞാൻ 2ാം ക്ലാസ് വരെ പഠിച്ചു. 2ഓ 3ഓ 2ാം ക്ലാസ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ എത്ര ക്ലാസ് പഠിച്ചു? 1ാം ക്ലാസ് അവിടെ പഠിച്ചു. 1ാം ക്ലാസ് പഠിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. ഞാൻ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ സുബൈക്ക് 6 മണിക്ക് നീച്ചാണ്ട് കളിക്കാൻ പോയി. ഈ റിദാനോട് ഞാൻ വിളിച്ചാൽ വേണ്ടിയിട്ട് വിളിച്ചിട്ടില്ല. ഞാൻ നീച്ചാൽ കളിച്ചാൽ പോയി. അവിടെ കളില്ല, മഴ ചെയ്തിട്ട് ഗ്രൗണ്ടിൽ കളിക്കണ്ടായിരുന്നു. അപ്പോൾ കളിക്കാനും പോയില്ല, ഒക്കെ മുഞ്ചി. ആദ്യമായിട്ട് ഞാൻ 6 മണിക്ക് നീച്ചാൽ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പോയപ്പോഴാണെങ്കിൽ കളി നടന്നില്ല. നല്ല 2 മഞ്ഞാവും. അപ്പോൾ മാച്ച് ഉണ്ടാവില്ല. തുടർന്നു കക്കൂസ് കോണെടുക്കും അവന്റെ സ്വഭാവം വെച്ച് കാണാൻ. ഫുള്ള് കാട്ടണോ? നമ്മളിപ്പോ മദ്രസയിലൊക്കെ എത്ര നേരത്തെ പോയിട്ടാ പോകുമ്പോ നേരം വെക്കിക്കാണ്ട് അതിനെ പറഞ്ഞേക്കല്ലേ. കുട്ടികൾ ആദ്യം നേരം വെക്കി പോണം. അതാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ നേരത്തെ പോയി പഠിക്കാൻ പാടില്ല. മക്കനെ ഈ ഡ്രസ്സില്ലാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നല്ല ലുക്കല്ലേ? അവൻ ഇങ്ങനെ ഞാൻ ട്രൗസർ റെഡി വണ്ടി എന്നിട്ടല്ലേ നമുക്ക് സ്ട്രൈക്ക് അടിക്കല്. അത് ഓർമ്മയില്ല എനിക്ക്. എന്നിട്ട് അടിച്ചിന്റെ കളിയാക്കണം. ആ മാലി കൗത്തിലോട്ട് കാണാൻ പോണേ. ഈ വള ഊരിയേക്കണം. ഞാൻ ഇത് വാച്ചിട്ടാണ് കഴിക്കാൻ പറ്റിയത്. ഞാൻ ഒരു സ്ഥലത്ത് പോകുമ്പോ അതിനനുസരിച്ച് ഞാൻ പോകുള്ളൂ. ഈ ഷർട്ടിന് പ്രശ്നം സ്റ്റൈലാക്കാൻ പോയല്ലോ. കാക്കുന്നല്ല ഒരു 1:30-2 മണിയായിക്കണോ. ഞാൻ എന്റെ വള നബീസാന്റെ കൈമ ഇട്ട് കൊടുക്കും. സ്വർണത്തിനെ. അപ്പൊ ഗൈസ്, നമ്മൾ നിന്നുവിന്റെ മദ്രസയിലേക്ക് പോവുകയാണ്.
ബാപ്പാന്റെ സ്ഥാനത്ത് നിന്നുകാണ്ട് ഞാനാണ് ഓളെ മദ്രസ കൊണ്ടുപോകണം അല്ലേ? ചെറിയ ബാഗ് വേണം. ഓള് മറ്റേ ബാഗ് എടുത്തോട്ടെ. കാക്കാന്റെ സ്ഥാനത്ത് നിന്ന് അല്ല വാപ്പാന്റെ സ്ഥാനത്ത് നിന്ന് കാണ്ടാണ് ഞാന് മദ്രസക്ക് കൊണ്ട് ചേർക്കാൻ പോകണല്ലേ. എന്നാ നടന്നു ചേർക്കണില്ല, അല്ല പഠിക്കാൻ പോവാണ്. പേടിക്കാണ്ടോ? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. വണ്ടി ഇട്ടിക്കോ, എടുത്തോ. അപ്പൊ ഗായ്സ് അപ്പോ ഞങ്ങൾ പോയി വരാം. ഞാൻ പോരുമ്പോ ഇതിനെ കൊണ്ടുട്ടോ, പോരുമ്പോ കണ്ടേ തിരിച്ചു കൊണ്ടുവരണ്ടേ? ചേർക്കാനല്ലേ പോണത്, ചേർക്കാനാ പോണത്. ഞാൻ പോയി വരാം. അസ്സലാമു അലൈക്കും. ഓ ഞാൻ കൂടി മദ്രസയിലേക്ക് പോവാണ്. ഒരു വൈത്തിരിക്കാണ് ഇതിനോട് പോകണം. ചെറിയ വൈത്തിരിക്കൊന്നല്ല, വലിയ വൈത്തിരി. മദ്രസ എന്ന് പറഞ്ഞാൽ ഒരു 1ാം ക്ലാസ് പോകണം. നല്ല നടി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, എന്നിട്ടും അതും തരണം ചെയ്താണ് എൻ്റെ കുട്ടി പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മളെ തറവാട് മദ്രസയിലേക്കുള്ള റോഡിൽ കൂടി മദ്രസ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2ാം ക്ലാസ്സിൽ പഠിച്ചു മദ്രസയിൽ. ഇത് മെയിൻ മദ്രസ ഒന്നുമല്ല, അവിടെ കുട്ടികൾക്ക് ചുറ്റുവട്ടത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ എന്നാണ് തോന്നുന്നത്. ഒന്നും കറക്റ്റ് അറിയില്ല. ഇവിടുത്തെ ഉസ്താദ് നമ്മുടെ കുടുംബക്കാരനാണ്, അതുകൊണ്ട് കുറച്ച് ഭക്തിയിലൊക്കെ അവിടെ നിൽക്കണം. അതാണ് ഞാൻ ഈ മാലിപ്പടക്ക് വിളിച്ചത് അല്ലേ. അല്ല നീയോ ഹാപ്പി അല്ലേ? ആദ്യമായിട്ടും ഞാൻ 2 മാസം പോയാൽ തരും. ആദ്യം ഇപ്പം തിരിച്ച് നല്ല മടി ഉണ്ടാവും. അത് 2 ദിവസം മടി ഉണ്ടാവില്ല, പിന്നെ കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. പിന്നെ പണ്ട് ഞാൻ ഇതിൽ കൂടി നടന്നു വരും, എന്നിട്ട് ഇവിടെ ആ പെരിന്ന് റൂബിക്ക് ഇറക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവിടെ ഒരു വീട്ടില്ല, അതിന് വണ്ടി വരും റൂബിക്ക് ഇറക്കാണ്. എന്നിട്ട് പെരി കൊണ്ടുപോയും എന്നിട്ട് കുറച്ച് തിന്നും കുറച്ച് അച്ചാറും എന്നും ഡെയിലി അങ്ങനെ. അന്ന് 12 മണി വരെ മദ്രസ ഉണ്ടാവും. അന്ന് ദോശയും പഞ്ചസാരയും മാത്രമേ കൊണ്ടുപോകൂ. അന്ന് അതെനിക്ക് ഇഷ്ടം. അതൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടാക്കുമ്പോൾ മുമ്പ് ഒരു ഓർമ്മയായിട്ടാണ് ഞാൻ അല്ല. മദ്രസ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മളെ ഇനുവിൻ്റെ മദ്രസ്. ഇനി ഹാപ്പി അല്ലേ? ബാഗ് പിടിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണ മദ്രസ് അല്ലേ? അല്ലേ നീ എൻ്റെ കൂട്ടുകാരത്തെ ഇല്ലേ? അച്ഛാ കൂട്ടുകാരത്തെ ഇല്ലേ? നീ കൂട്ടുകാരത്തിൻ്റെ നിന്നുകൊണ്ട് കളിച്ച് പോരെ. ഹായ് ഹായ് ഹായ്. എന്താ നമ്മളെ ആപ്പന്നെയാണിത്. ആരാണ് ആരാത്? അപ്പോൾ ഗൈസ് ഞാൻ പെരിയ പോവാണ്. പാവം കാര്യം വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഉസ്താദ് ഇല്ല അവിടെ. ഉസ്താദ് മറ്റേ കുട്ടികളെ പഠിപ്പിച്ചാണ്, വലിയ കുട്ടികളെ. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഞാൻ കയറി ചെന്ന് കണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഉസ്താദിനോട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ കൊടുന്നാക്കിക്കണ് ചേർക്കാനാണ്, ചേർക്കേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ആക്കുകയാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു ഉസ്താദ്. പിന്നെ ഞാൻ പറഞ്ഞു ബുക്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്, പൈസ എത്ര വെച്ചാൽ നാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ പോന്ന് അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അപ്പോൾ ഞാൻ പുറത്തേന്ന് നിന്നപ്പോൾ കളിച്ച്. വേറെ കുട്ടികളില്ല, 2 കുട്ടികളുള്ളൂ. ഏതൊക്കെ ഒരു കുട്ടികളാണ്, ഞമ്മക്കറിയൊന്നുമില്ല. പിന്നെ മറ്റേ നെജ തന്നു. പിന്നെ സമാധാനമായിക്ക് നോക്ക്. നെജ തന്ന് ബാവാപ്പ ആക്കി കൊടുത്ത് നെജനെ. അപ്പോൾ ഓക്കൊരു സമാധാനമായി, ഹാപ്പി ആയിക്കോണു ഇപ്പോൾ. പക്ഷെ നോളൊളിച്ചിട്ടൊന്നുമില്ല അമ്മ, ഞാൻ വെറുതെ സ്കൂളിൽ പോയി ശീലമായിട്ടാണ്. പിന്നെ നമ്മൾ ഓളെ 2 മാസമായിട്ട് പഠിപ്പിക്കണുള്ളൂ അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തണേ. അത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാതെ ഡെയിലി ഇത് കൊണ്ടാക്കാൻ ആളുണ്ടാവില്ല. ഇന്നിപ്പോൾ എന്നെ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. ഞാനല്ല ഇതന്നെ തിരക്കിലാണ് ഫുള്ള്, ഉറങ്ങാനും അതിതായിട്ട് അല്ലേ അല്ലമ്മ. അപ്പോൾ ഗൈസ് നമ്മളെ രാവിലത്തെ ഫുഡ് ഇനി കൊണ്ടുവരാൻ പോണ് കാണിച്ചത്. ഗൈസ് എനിക്ക് കൊണ്ടാക്കി വിട്ട ഒരു പാവാണ്. രാവിലത്തെ ഞങ്ങളെ ഫുഡ് അജ്മി പുട്ടുപടിയുടെ പുട്ടും
ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ കടലക്കറിയുമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ ഇന്നലെ പറഞ്ഞാണ്ട് ഇന്നലെ ബിരിയാണി വെച്ചില്ല. ഷാമ്പിയിലെ ഇന്നലെ മന്തി എന്ന് വെച്ചിട്ട് ബിരിയാണി നിന്നാ പൂതിയ കൊണ്ടിടും. അന്നാ പെരുന്നാൾക്ക് നിന്നാണ്. പിന്നെ മന്തി തന്നെ നിന്നിട്ടുള്ളൂ. ബിരിയാണി പിന്നെ നിന്നിട്ട് തന്നെ ഇല്ല. ബിരിയാണി പിന്നെ ഇവിടുന്ന കല്യാണം ഉണ്ടായിരുന്നു. നിങ്ങളൊരു കുടുംബത്തെ കല്യാണം ഉണ്ടായിരുന്നല്ലേ? അത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലേ? അന്ന് ഞാൻ കുറച്ച് കലിപ്പിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയൊന്നും കിട്ടാതെ ഉമ്മ അവിടെ അങ്ങനെ സൊറ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. എനിക്കാണെങ്കിൽ ഇവിടെ കളിച്ചാൻ മുട്ടി നിൽക്കുക. ഞാൻ കളിക്കാൻ പോവല്ലേ, എൻ്റെ വള ഇവിടെ കൊടുത്തിട്ട് കളിക്കാൻ പോകാണ്ട് ആൾക്കാർ വിളിക്കുക. കല്ലിൽ തന്നെ പിരാന്ത് വിളിച്ചാണ്ട് അപ്പോൾ ഉമ്മാക്ക് തേടി പോവായിട്ട് ചെറുക്കൻ്റെ വരി പോയിട്ട് ഉമ്മാക്ക്. എന്നിട്ട് ചെറുക്കൻ്റെ വരിയിലും പോയി. പുതിയണ്ണിൻ്റെ അപ്പം പോയി. ഒരു നേരമായി ഇങ്ങോട്ട് പെരീക്കത്തെ 6-7 മണിയായി. അതിൻ്റെ ഇടയിൽ കൂടി ഡ്രസ്സ് എടുക്കാൻ പോയി നീനുവിൻ്റെ ടീച്ചറിന്. ഓൾ സ്കൂളിൽ നിന്ന് പോയതുകൊണ്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം ടീച്ചർക്ക്. അപ്പോൾ ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? ടീച്ചർക്ക് അല്ല സാരി എടുത്തു. സാരി നമ്മൾ അരിക്കലത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു. അരിയിട്ടു. അപ്പോൾ ഇനി കൊണ്ടുവരാൻ പോണ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കല്ലേ. പക്ഷേ എനിക്ക് കുറേ ഓർമ്മകൾ വന്നു അങ്ങോട്ടാണ് പോയപ്പോൾ. നീനുവേണ്ടി അവൻ്റെ റൂബിക്ക് ഇറക്കാൻ പോയതും മറ്റേ ദോശയും പഞ്ചസാരയും മാത്രം കൊണ്ടുവരുന്നൊരു കാലമാണല്ലോ. അന്ന് ദോശയും പഞ്ചസാരയും മാത്രം അയച്ചില്ല. ഞങ്ങൾ കറി തിന്നൂല. അവളെ പ്രായത്തിലല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോകും. അവിടെ അത്ര കുട്ടികളുണ്ടായിരുന്നു അന്ന്. ഇവിടുന്ന് പാരാ മദ്രസ്കോക്ക് അല്ലേ? അന്ന് തറവാട്ടിലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വൈബന്നെ. അത് ഉറങ്ങാണ് ഗൈസ്. ഉറങ്ങിക്കോട്ടെ പാവം. ഉറങ്ങിക്കോട്ടെ. ഓനൊക്കെ നല്ല ഉറക്കാം. ഉറങ്ങന്നെ 8 മണിയായി. ഓൻ 10-12 മണി വരെ ഉറങ്ങുമോ? ഓനൊന്നും ആള് ശരിയില്ല. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ബാക്കി സിനിമ കണ്ടിന്യൂഷൻ ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഞാൻ അവളെ കൊണ്ടുവരാൻ പോണ വ്ളോഗ് അയക്കാണ്ടും അവളെ കൊണ്ടുവരാൻ പോണതും എല്ലാതും വീഡിയോ കാണാം ഗൈസ്. ബൈ. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ പെല്ലാലജിൻ്റെ മദ്രസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അവള്. പിന്നെ എൻ്റെ കുട്ടി നടന്നു വന്നു. അത് എത്താ നിങ്ങൾക്ക് പറയാനില്ലത്? എൻ്റെ കുട്ടി വീണു. 9:30 മദ്രസ് വിടും. എപ്പോഴാണ് 9:45 പറയണത് മദ്രസ് വിട്ടുക്കണോന്ന്. ഒരു രണ്ടാ കുറച്ച് അന്തമാണ്ട. എന്ന് ആദ്യം തന്നെ പറയാം 9:30 മദ്രസ് വിടുന്നു. എപ്പോഴാ മദ്രസ് വിടുന്ന് പറഞ്ഞ നിങ്ങള്? കുട്ടി വീണും ചെയ്തു. എന്റെ കുട്ടീനെ കുട്ടി നല്ല അവൻ എന്താ വിളിക്കുക? ഇന്ന് എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചടിക്കാം. ഇന്ന് പിന്നെ എന്തൊക്കെയാ പഠിപ്പിച്ചു മോളെ? അലിഫും ബബാവും താഹ്സീൻ